എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജംഷീർ, കോഴിക്കോട് സ്വദേശിയാണ്, വെള്ളിമാട് വന്ന. എൻ്റെ ഒരു സുഹൃത്ത് ഫൈസൽ, ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് നാട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എൻ്റെ വീട്ടിലേക്ക് കാണാൻ വേണ്ടി വന്നതാണ്. കാണാൻ വേണ്ടി വന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടിയിട്ടുണ്ട്. എന്താണിതെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ വിശേഷമൊക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദർ പുറത്തോട്ട് പോകാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പം എൻ്റെ കാല് ഞാൻ വന്നിട്ട് തൽക്കാലം കെട്ടിക്കോന്ന് പറഞ്ഞു. ആ സമയത്ത് ഫൈസൽ ചോദിച്ചു, എന്താ ഉപ്പയുടെ കാലിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാലിന് ബ്ലഡ് സർക്കുലേഷനിലായിട്ട് നീര് വന്നിട്ട് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിച്ച സംഭവം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വിഷയത്തെ പറ്റിയിട്ട് അവർ എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാദറിനെ വിളിച്ചു. ഫാദർ വിളിച്ച സമയത്ത് ഞാൻ ഉമ്മൻ്റെ കാലിന് വെരിക്കോസ് വന്നിട്ട് പ്രോബ്ലം ഉണ്ട്, രണ്ടുപേരെയും വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. അപ്പോഴും ഞാനെന്താ, സാധാരണ കേസിൽ എല്ലാ ഒരു കാന്തത്തിൻ്റെ ഒരു ബെൽറ്റ് കെട്ടിയിട്ട് അല്ലെങ്കിൽ കാലിന് കെട്ടിയാൽ ഇത് മാറുമോ, ഈ ചെവി കൂടെ കിട്ടങ്ങ് വിട്ടു. അപ്പോൾ ഫൈസലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യണം, ഈ ബാൻഡ് എൻ്റെ കയ്യിൽ തന്നിട്ട്, അതിൻ്റെ മുമ്പ് ഞാൻ അവിടെ പറഞ്ഞിരുന്നു എൻ്റെ കൈക്ക് ഭയങ്കര തരിപ്പാണ്. അതായത് പ്രവാസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷുഗറായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തരിപ്പത്തിന് ഞാൻ എണീറ്റതിന് ശേഷം ഒരുപാട് കൈ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് റിലാക്സ് കിട്ടുക. അപ്പോൾ ജസ്റ്റ് വയസ്സിനോട് പറഞ്ഞു, ആ ബാൻഡ് കഴിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് ഇത് കെട്ടിയിട്ട് കിടന്നോ, എന്നിട്ട് രാവിലെ എൻ്റെ അടുത്തൊന്ന് നീ പറ എങ്ങനെയുണ്ട് എന്ന്. അവന് 100% ഉറപ്പാണ്, അവന് റിസൾട്ടുള്ള കാര്യമാണല്ലോ. പരീക്ഷിക്കുക എന്നുള്ള രീതിയിൽ ആ ബാൻഡ് അപ്പം തന്നെ കഴിച്ചിട്ട് അത് കയ്യിൽ കെട്ടി. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, കൈക്ക് തരിപ്പില്ല. ഞാൻ ഉടനെ തന്നെ ഒരു നിമിഷം പോലും വൈകില്ല, ഫൈസൽ നീ എവിടെയുള്ള, നീ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. കാരണം വീട്ടിലേക്ക് വന്നു. അപ്പോൾ കൂടുതൽ നമുക്കൊരു ഒരാൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ഈ ചെവി കൂടെ വിട്ടാൽ ഒരു പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വന്നിട്ട് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോഴാണ് ഇവന് ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് കിട്ടിയ റിസൾട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൂടുതൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ എന്തൊക്കെയാണ് എൻ്റെ പ്രൊഡക്റ്റുകളുടെ കാര്യങ്ങൾ കൊണ്ടാണ്. ഇവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഒരു ഫുൾ ബ്ലഡ് എല്ലാ സാധനങ്ങളും തന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് ഇതിനകത്ത് കിടന്നോ, എന്നിട്ട് എങ്ങനെ റിസൾട്ട് നോക്ക്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട, ക്യാഷ് കൊടുക്കണ്ട. അപ്പോൾ ക്യാഷൊന്നും നീ തരണ്ട, എൻ്റെ സുഹൃത്തല്ലേ, നീ ചുമ്മാ ഇത് വെച്ചോ, എന്നിട്ട് ഇന്ന് രാത്രി കിടന്നിട്ട് എങ്ങനെ റിസൾട്ട് ഉണ്ട് നോക്ക്. ഞാൻ ആ ബെഡ് എൻ്റെ ബെഡ്ഷീറ്റിനകത്ത് വെക്കുന്നു, കിടക്കുന്നു. രാവിലെ അതിലുപരി എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് 2003 ബുള്ളറ്റ് സൈലൻസർ തട്ടിയിട്ട് പൊള്ളിയിട്ടായിരുന്നു. പൊള്ളിയിട്ട് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. കുറേ കാലമായിട്ട് പല ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. കോട്ടക്കൽ ആലിക്കുട്ടീസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് ബ്ലഡ് പോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ബ്ലഡ് കുത്തിയെടുത്തിട്ട് ബ്ലഡ് ഒഴിവാക്കും, കുറച്ച് നേരം റിലീഫ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരേണ്ട കാല് ജസ്റ്റ് ഒരു 5 ദിവസമായിട്ടുള്ള ബെഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിന് ശരിക്കും ഉണക്കം വന്നു. എല്ലാവർക്കും ഒന്ന് കാണാൻ എൻ്റെ കാല് ശരിക്കും ഇത് എന്താന്ന് പറഞ്ഞാൽ കാല് നമുക്കൊരു ചൊറിച്ചിലാണ്. അപ്പോൾ ചൊറിച്ചിലാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കാലുകൊണ്ട് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് എന്ത് ചെയ്യും, അപ്പോൾ ചൊറിയുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ ചൊറിയുമ്പോൾ എന്ത് ചെയ്യും, അത് ചൊറിഞ്ഞ് പൊട്ടിയിട്ട് ഇങ്ങനെ മുറി വരും. ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് ഉണങ്ങിയിട്ട് തട്ടലായിട്ട് നോക്കാം. നമ്മളിത് വെറുതെ ചുമ്മാ പറയുന്നതല്ല, നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ കാണാം. ഇതായപ്പോൾ ഇതിൽ എന്തോ ഒന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു സംഭവത്തിനുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെയാണ് കൂടുതൽ ഞാൻ പറയുന്നത് എന്താണ് ഈ കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന JP എന്ന ജയപ്രകാശ് സാറ് പുള്ളിയെ കൂട്ടി ഫൈസലിൻ്റെ അടുത്ത് വന്നു. ഇങ്ങനെ കാര്യങ്ങൾ, അപ്പം ഇതിൽ ബിസിനസ് കൊണ്ട് ബിസിനസ് പഠിക്കണമെന്നാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാദർ 2003 മുതൽ ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ബ്ലോക്ക് വന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിൽ കോയമ്പത്തൂർ പോകുന്നുണ്ട്. ഡോക്ടർ പ്രൊഫസർ കുറേ ആളുകൾക്ക് പിന്നെ ഈ ഹാർട്ടിൽ ബ്ലോക്ക് വന്നിട്ട് സർജറി ഇല്ലാണ്ട് പുള്ളി എന്ത് ചെയ്യുന്നതാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഇൻഡക്ഷനിലൂടെ രോഗം മാറ്റുന്ന ആളാണ്. അപ്പോൾ ഞാൻ JP സാറോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം, ഈ ബിസിനസ് പുള്ളിയുടെ അടുത്ത് പോയി പറയണം കോയമ്പത്തൂർ. ജസ്റ്റ് സാർ പറഞ്ഞാൽ നമുക്ക് പറയാം, ഒരു പ്രതീക്ഷ, കാരണം നമുക്ക് ഒരുപാട് ആളുകൾക്ക് ശമനം കിട്ടുന്ന കാര്യമല്ലേ. കോയമ്പത്തൂർ പുള്ളി പോകുമ്പോൾ പുള്ളിയുടെ കൂടെ ഞാൻ കോയമ്പത്തൂർ പോയി. ഈ ഡോക്ടർ പ്രഭു PGS ഹോസ്പിറ്റൽ കോയമ്പത്തൂർ പുള്ളിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പുള്ളിക്ക് ആ കാര്യം മനസ്സിലായി.
പുള്ളി ഓൺ ദ സ്പോട്ടിൽ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് പുള്ളി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് അറിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ പോലും അംഗീകരിച്ചു, ഡോക്ടർ പോലും അംഗീകരിച്ചിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് വന്നവർ എത്ര പേരായാലും എന്ത് ചെയ്യുക, അമേസിങ് റിസൾട്ടാണ്, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് പറയുകയും ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു അവസരം എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു തന്നെ ഈ എൻ്റെ സുഹൃത്ത് ഫൈസലിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. കൂടുതൽ ഒരുപാട് പറയണമെന്നുണ്ട്, കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഫൈസൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.